1928 ഗുരുദേവൻ ഈ തീർത്ഥാടനത്തിന് അനുവാദം കൊടുത്തത്. ഗുരുദേവൻ ആ വർഷം തന്നെ സമാധി ആയതുകൊണ്ട് തീർത്ഥാടനം അവിടെ ഉണ്ടായില്ല. പിന്നീട് 4 വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്. ഈ വർഷം 93ാമത് തീർത്ഥാടനമായിരുന്നു ശിവഗിരിയിൽ. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഗുരുദേവൻ സാധാരണ എന്ത് കാര്യങ്ങളും പറയുമ്പോഴും മലയാളം കലണ്ടറിനെ ആസ്പദമാക്കിയിട്ടാണ്. അങ്ങനെ പറയുകയാണെങ്കിൽ ഗുരുദേവൻ പറഞ്ഞത് ഇംഗ്ലീഷ് കലണ്ടർ പ്രകാരം ജനുവരി 1 അപ്പോൾ നമ്മൾ ഇങ്ങനെ ആലോചിക്കായിരുന്നു എന്തായിരിക്കും ഗുരുദേവൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ അവിടെ താമസിച്ചപ്പോൾ രാത്രി 12 മണിക്ക് 31-ാം തീയതി രാത്രി ഇത്ര ജനസാഗരം ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല. അപ്പോൾ ലോകം മുഴുവൻ, അല്ലെങ്കിൽ വർക്കലയിൽ തന്നെ മറ്റു സ്ഥലങ്ങളിൽ ഗംഭീരമായ പാർട്ടിയിലൂടെ ജനങ്ങൾ ഒരു വർഷം കഴിയുന്നത് ഇങ്ങനെ ആഘോഷിക്കുമ്പോൾ ഭക്തി നിർഭരമായി, നല്ല മനസ്സോടുകൂടി, നല്ല ചിന്തകളോടുകൂടി ആയിരക്കണക്കിന്, 10,000-കണക്കിന് ആളുകൾ അവിടെ രാത്രി വന്നിരിക്കുന്നു. സ്ത്രീകളും കുട്ടികളും അടക്കം വന്നിരിക്കുന്നു. എന്നിട്ട് വർക്കലയുടെ ചുറ്റും പടക്കം പൊട്ടുന്നുണ്ട്, ആഘോഷ തിമിർപ്പുണ്ട്. പക്ഷെ ഇവിടെ എല്ലാവരും ഭക്തി നിർഭരമായി നല്ലൊരു ദിവസം തുടങ്ങാൻ വേണ്ടി നിൽക്കുന്നു. അത് ഒരു വലിയ ഗുരുദേവൻ്റെ ദീർഘവീക്ഷണമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. ഇങ്ങനെയൊക്കെ ഉള്ള ആഘോഷങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ടതല്ലേ. നമ്മൾ വർഷാവസാനം നേരത്തെ ഉറങ്ങി, അല്ലെങ്കിൽ നല്ല ചിന്തകളോടുകൂടി ഉറങ്ങി, രാവിലെ എഴുന്നേറ്റ് നല്ല കാര്യങ്ങൾ ചിന്തിച്ച് നല്ല പ്രവൃത്തിയിലൂടെ മുന്നോട്ട് പോവുക എന്നുള്ളതായിരിക്കണ്ടേ ഒരു പുതിയ വർഷം നമ്മൾ തുടങ്ങുമ്പോൾ. ഞാൻ കുറച്ചു കാലമായിട്ട് അങ്ങനെയാണ്. പിന്നെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഞാൻ ഈ 31 ദിവസങ്ങളിലെല്ലാം ശിവഗിരിയിൽ വരാറുണ്ട്. അതുകൊണ്ട് കുറച്ച് കാലമായിട്ട് ഞാനത് അങ്ങനെയാണ്. 31-ാം തീയതി ഞാൻ നേരത്തെ ഉറങ്ങും. ഞാൻ 12 മണി വരെ അങ്ങനെ ഇരിക്കാറൊന്നുമില്ല. നേരത്തെ ഉറങ്ങിയിട്ട് രാവിലെ തുടങ്ങി നല്ല കാര്യങ്ങൾ ചെയ്യുക. നമുക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, ഞാൻ പ്രതിജ്ഞയൊന്നും അങ്ങനെ എടുക്കാറില്ല, പക്ഷെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കാറുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഈ ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ പ്രത്യേകത, ഗുരുദേവൻ 8 കാര്യങ്ങൾ പറഞ്ഞു. അതിൽ ചിലതെന്താ വെച്ചാൽ വിദ്യാഭ്യാസത്തെക്കുറിച്ച്, കൃഷിയെക്കുറിച്ച്, ശുചിത്വത്തെക്കുറിച്ച്, ആരോഗ്യത്തെക്കുറിച്ച്, ശാസ്ത്ര സാങ്കേതിക പുരോഗതിയെക്കുറിച്ച്, കൈത്തൊഴിലിനെക്കുറിച്ച്, അങ്ങനെ അന്നത്തെ കാലത്താണ് ഇതൊക്കെ പറഞ്ഞത്. അപ്പോൾ ആ മേഖലയിലുള്ള ആളുകൾ വന്ന് സംസാരിക്കുന്നത് നമ്മൾ കേൾക്കുക, 1-ാം തീയതി തന്നെ അത്ര നല്ല പ്രസംഗങ്ങൾ കേൾക്കുക, ഇതെല്ലാം നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ഇതെല്ലാം നമ്മുടെ സ്വന്തം ഇഷ്ടമാണ്. ആരും പറയുന്ന കാര്യമല്ലല്ലോ ഇങ്ങനെ വേണം അങ്ങനെ വേണം. ഓരോരുത്തർക്കും അവരവരുടേതായ രീതിയിൽ ചെയ്യാവുന്നതാണ്. ഞാൻ ഇത്തവണ അത് അനുഭവിച്ചറിഞ്ഞതുകൊണ്ട് നിങ്ങളുടെ മുന്നിൽ അത് പറഞ്ഞു തന്നേ ഉള്ളൂ.